നീ ഹാപ്പി ആയിരിക്കുമ്പോ നമ്മള് ഹാപ്പി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ രണ്ട് സൈഡ് ഒന്ന് നോക്കിയാലോ, ഒന്ന് രണ്ടാക്കി മുറിച്ച് നോക്കിയാലോ. മെന്റലി വീക്കായി എന്തായാലും ബാധിക്കും. അതുകൊണ്ടാണ് അടുക്കളയിൽ ലോക്കാവാറുണ്ട്. അടുക്കള പണി എന്ന് പറയുന്നത് പെണ്ണുങ്ങൾക്ക് മാത്രമുള്ളതല്ല. ഹായ്, വെൽക്കം ടു SA on Two Side. അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്താ നോക്കാം അല്ലെ. ഓക്കെ, അപ്പൊ ഇന്ന് നീ ടോപ്പിക് എടുക്കൂ. നന്നായി എടുത്തു വായിക്കേ. വാവ്, സെൽഫ് കെയർ ഇൻ മാരേജ് റിലേഷൻഷിപ്പ്. അതെ, അപ്പൊ ഇന്നത്തെ ടോപ്പിക് സെൽഫ് കെയർ ഇൻ മാരേജ് റിലേഷൻഷിപ്പ്. അപ്പൊ നമ്മൾ ഇന്ന് ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ പോവാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ബട്ടണും അമർത്തുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണും ഓൺ ആക്കാൻ മറക്കരുത് കേട്ടോ. നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം അല്ലേ. മാരേജ് എന്ന് പറയുന്നത് പൊതുവെ രണ്ടു പേര് തമ്മിലുള്ള ഒന്നാവലാണല്ലോ. അപ്പൊ അങ്ങനെ പറയുമ്പോ എന്റെ ആവശ്യങ്ങൾ എന്നത് നമ്മുടെ ആവശ്യങ്ങളായിട്ട് മാറുകയാണ്. എന്നിരുന്നാലും മെന്റലി ഫിസിക്കലി നമ്മൾ സെൽഫ് കെയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അതൊരു സെൽഫിഷ്നെസ്സിലേക്ക് പോകരുത്. അതെ, നമ്മളിപ്പോ മാരേജ് ചെയ്യാന്ന് പറഞ്ഞ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരികയാണ്. അപ്പോൾ പലരും ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഇപ്പോൾ റിലേഷൻഷിപ്പിൽ വരുമ്പോൾ നമ്മുടെ പ്രയോറിറ്റിക്കേക്കാളും നമ്മുടെ പാർട്ട്ണറുടെ പ്രയോറിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ സെൽഫ് കെയർ, അതായത് പാർട്ട്ണർ എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്, സെൽഫ് കെയർ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സെൽഫ് കെയർ വരുമ്പോൾ അത് റിലേഷൻഷിപ്പിൽ എങ്ങനെ നമുക്കത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ രണ്ട് സൈഡ് ഒന്ന് നോക്കിയാലോ, ഒന്ന് രണ്ടാക്കി മുറിച്ച് നോക്കിയാലോ അല്ലെ. നമുക്ക് സെൽഫ് കെയറിന് എന്തൊക്കെ ബെനിഫിറ്റ് എന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഫിസിക്കലി അല്ലെങ്കിൽ മെന്റലി ഭയങ്കര വീക്ക് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫാമിലി ലൈഫിനെയും ബാധിക്കും. മെന്റലി വീക്കായി എന്തായാലും ബാധിക്കും. അതുകൊണ്ട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സ്ട്രെസ് ആയിട്ടിരിക്കുമ്പോൾ ചെയ്ത് നോക്കിയേ. ഉദാഹരണത്തിന് പാട്ട് പാടുക, ഡാൻസ് കളിക്കുക, അല്ലെങ്കിൽ യോഗ, എക്സസൈസ്, അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മെന്റലിയും ഫിസിക്കലിയും സ്ട്രോങ് ആവും. പാട്ടുപാടലും ഇതും കാരണം ഞാൻ പലപ്പോഴും അടുക്കളയിൽ ലോക്കാവാറുണ്ട്. അടുക്കള പണി എന്ന് പറയുന്നത് പെണ്ണുങ്ങൾക്ക് മാത്രമുള്ളതല്ല, അതൊരു ടീം വർക്കാ, എല്ലാവർക്കും ചെയ്യാം. ബാലൻസ് ചെയ്തിട്ട് ലൈഫ് കൊണ്ടുപോകുമ്പോഴല്ലേ ഒരു ഫാമിലി സ്ട്രോങ് ആവണത്. അതൊക്കെയാണ് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ നമ്മൾ ഈ ഇൻഡിവിജ്വൽ ഫോക്കസ്, അതായത് സെൽഫായിട്ട് നമ്മൾ ചെയ്യുമ്പോഴും അത് കൂടുതൽ ഇൻഡിവിജ്വൽ ആയിട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കില്ലേ എന്നാണ് പറയുന്നത്. അത് ശരിയാണ്, എല്ലാം ഒരു മയത്തിലും ചെയ്യാൻ പാടുള്ളൂ. ഈ സെൽഫ് കെയർ എന്ന് പറയുന്നത് ഒരു സെൽഫിഷ്നെസ്സിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കും. നമ്മള് എന്തെങ്കിലും ഫിസിക്കലി അല്ലെങ്കിൽ മെന്റലി സ്ട്രോങ് ആവണമെന്ന് പറയണത് നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ വീക്കാവുന്ന സമയത്ത് നമുക്ക് സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റണം. അതിനു വേണ്ടിയാണ് നമ്മൾ സെൽഫായിട്ട് സ്ട്രോങ് ആയിട്ടിരിക്കണം എന്ന് പറയണത്. ഓൾറൈറ്റ്, ഞാൻ അതിനോട് യോജിക്കുന്നു. അപ്പോ ഈ സെൽഫ് കെയർ എന്ന് പറഞ്ഞത് അതൊരു ഇൻഡിവിജ്വലിലോട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമല്ലേ. അപ്പൊ അത് നമ്മുടെ റിലേഷൻഷിപ്പിനെ അത് കൂടുതൽ ബാധിക്കില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചെങ്കിൽ, ഇപ്പൊ എനിക്ക് ഇഷ്ടം, എനിക്ക് ക്രിക്കറ്റ് കളിക്കണം, അല്ല വെച്ചെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ പോകണം. ഓക്കെ, അപ്പൊ ഞാൻ നിന്നെ മൈൻഡ് ചെയ്യാൻ എന്റെ സെൽഫ് കെയർ ആണല്ലോ, എനിക്ക് മോട്ടിവേഷൻ ആണല്ലോ, ഞാൻ അതിന് പിന്നാലെ നടന്നു കഴിഞ്ഞാല് ആ സമയത്തായിരിക്കും നീ ചിന്തിക്കുന്നത്, എനിക്ക് കൂടെ ഒരുമിച്ച് നടന്നിരുന്നെങ്കിൽ, ഒന്ന് അങ്ങോട്ട് പോയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പാർക്കിൽ പോയിരുന്നെങ്കിൽ, നാല് വർത്താനം പറഞ്ഞിരുന്നെങ്കിൽ, അങ്ങനത്തെ ചിന്തിക്കുക. അപ്പൊ അത് നമ്മുടെ ഈ സെൽഫ് കെയറും ഇതും തമ്മിൽ റിലേഷൻഷിപ്പ് നമ്മളുടെ ഒരു ബന്ധത്തില് അത് പ്രശ്നമാവില്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ സെൽഫ് കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ പരസ്പരം കോംപ്ലിമെന്ററി ആയിട്ട് മാറാനായിട്ട് സാധിക്കണം. അല്ലാണ്ട് അതൊരു ഫാമിലി കലഹത്തിലേക്ക് ഒന്നും പോവാൻ പാടില്ല. അത് പോയിന്റ് ആണ് കേട്ടോ. അപ്പൊ അങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ, ഇപ്പൊ ഞാൻ മോർണിംഗ് വാക്കിന് പോകുമ്പോ ഏതെങ്കിലും ഒരു മോർണിംഗ് വാക്കിന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു. അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോകുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെയധികം നമ്മുടെ എന്താ പറയാ സെൽഫ് കെയർ നടക്കും ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നു വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ഈ ബേൺ ഔട്ട് ചെയ്യാന്ന് പറയില്ലേ, അതായത് നമ്മൾ കൂടുതൽ തർക്കങ്ങളിലോട്ടോ അതിനകത്തൊന്നും പോകുന്നില്ല. നമ്മൾ സ്വന്തം റിയലൈസ് ചെയ്തിട്ട് കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ്ങില് കൂടുതൽ നമ്മൾ നിനക്ക് സെൽഫ് കെയർ ചെയ്യാനുള്ള സ്പേസ് ഞാൻ തരുന്നു. അതോടുകൂടി റിലേഷൻഷിപ്പ് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ശരിയാണ് ആന്തേട്ടൻ പറഞ്ഞത്. അതായത് സെൽഫ് കെയർ എന്ന് പറയുന്നത് നമ്മുടെ റിലേഷൻഷിപ്പിനെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യണതായിരിക്കണം. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്യുന്നതും കൂടിയും സെൽഫ് കെയറിന്റെ ഒരു ഭാഗമാണ്. എപ്പോഴാണോ നമുക്ക് ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്ത് നമ്മുടെ ഇൻഡിവിജ്വൽ സെൽഫ് കെയർ ചെയ്യാൻ പറ്റുകയും അതോടൊപ്പം തന്നെ റിലേഷൻഷിപ്പിനെ വളരെ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുകയും ചെയ്യുന്നത്, അതായിരിക്കും നമ്മുടെ സെൽഫ് കെയറിലെ ഏറ്റവും നല്ലൊരു ഭാഗം അല്ലെ. അപ്പൊ ആദ്യമായിട്ട് പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സെൽഫ് കെയർ എന്ന് പറയുന്നത് ഒരു
പാർട്ട്ണർ കെയർ കൂടിയാണ് അല്ലേ? അതെ, അതാണ്. നീ ഹാപ്പി ആയിരിക്കുമ്പോ നമ്മൾ ഹാപ്പി ആയിരിക്കും, അതുപോലെ ഞാൻ ഹാപ്പി ആയിരിക്കുമ്പോ വീണ്ടും നമ്മൾ ഹാപ്പി ആയിരിക്കും. അപ്പൊ അതാണ് നമ്മുടെ ഇൻഡിവിജ്വൽ സെൽഫ് കെയറിലൂടെ നമ്മുടെ റിലേഷൻഷിപ്പിനെ എങ്ങനെ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളതിന്റെ മെയിൻ പോയിന്റ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. സെൽഫ് കെയർ ഇൻ പാർട്ട്ണർഷിപ്പ് എന്ന ടോപ്പിക്കിലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റിലൂടെ അറിയിക്കുക. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കണം. അങ്ങനെ നമ്മുടെ എല്ലാ പുതിയ വീഡിയോസും നിങ്ങളിലോട്ട് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മളത് പറയുന്നത്. അതെ അതെ. അപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരും. ടിൽ ദെൻ ബൈ ഫ്രം SA on 2 Side.